ഹലോ. ശ്രീ ദുർജാദാസ്, ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഏതുവും മേയറും തമ്മിൽ തർക്കം. താങ്കൾ ഇതിൽ ശ്രദ്ധയിൽപ്പെട്ടാണ്. അപ്പൊ ഈ ചില ദിവസങ്ങളിൽ താങ്കളും ഇത് പറയുന്നുണ്ട്, താങ്കളെ ഒരു പീഡന കേസിൽ ഉൾപ്പെടുത്താൻ ഈ മേയറും ശ്രമിച്ചെന്ന്. എന്താണ് അതിന്റെ യഥാർത്ഥ സംഭവം? ഇല്ല, നമ്മളിവിടെ 6-7 ദിവസമായിട്ട് കുടിവെള്ളമില്ലായിരുന്നു. കുടിവെള്ളം എവിടെയാണ് സ്ഥലം? ഇല്ലാതിരുന്നു. എവിടെയാണിത്? നമ്മൾ ആറന്നൂർ വാർഡിലാണ്. ഉം. ആറന്നൂർ വാർഡിലെ കൗൺസിലർ അവരുടെ അഴിമതി വർക്കുകളും കാര്യങ്ങളും നമ്മൾ ഉം. നേരത്തെ പരാതി നൽകിയിരുന്നു. പരാതി ഉം. നൽകിയതിന്റെ പുറത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വന്ന് ഈ കിള്ളിയാർ കയ്യേറി അവരൊരു റോഡ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനെ സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഉം. അതിൽ ഈ വാർഡ് കൗൺസിലർക്ക് എന്റെ അടുത്ത് നേരത്തെ ദേഷ്യം ഉണ്ടായിരുന്നു. മുൻ വാർഡ് കൗൺസിലറുമായിട്ട് ചേർന്ന് അവർ വേറൊരു ഈ കനാല് വാർഡ് കൗൺസിലർ മൂടി. എന്ന് പറയുമ്പോൾ ഏത് പാർട്ടിയിലാണ്? അവര് CPM-ന്റെ സി പി CPM എമ്മിന്റെയാണ്. പാർട്ടിയുടെ. അതെ അതെ, ഉം. CPM-ന്റേതാണ്. ഞാനപ്പോ ഈ ഡ്രൈവറിന്റെ കേസ് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത്, എന്നെ ഇതുപോലെ ഒരു വെള്ളമില്ലാത്ത കാര്യത്തിന് ചോദിക്കാനായിട്ട് അവിടെ നിന്ന സമയത്ത് ഉം. ഇവര് CPM-കാരന്മാര് വിളിച്ചിട്ട് എന്നെ മർദ്ദിക്കുകയാണ് ഉണ്ടായത്. ഉം. മർദ്ദിച്ചതിന് ശേഷം പോലീസ് ഒരു കേസെടുക്കാൻ എന്റെ തയ്യാറായില്ല. ഉം. ഞാൻ അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം തിരിച്ചു വന്നപ്പോ ഞാൻ ഇവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഇട്ടിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാനാണ് ഈ കൗൺസിലർ വിളിച്ചത്. താങ്കൾ പീഡിപ്പിച്ചിരുന്നു. അപ്പൊ അതെ, പീഡിപ്പിച്ചെങ്കിൽ അതിന്റെ ആ സ്പോട്ട് കേസ് ആണല്ലോ. ഇപ്പോഴും അല്ല, അവിടെ FIR പീഡിപ്പിച്ച് എടുത്ത്. തന്നെ ആ പീഡിപ്പിച്ചെങ്കിൽ സ്പോട്ട് ആണ്. എവിടെ വെച്ച് പീഡിപ്പിച്ചെന്ന് താങ്കൾ ചോദിച്ചില്ലായിരുന്നു? അതെ, ഞാൻ ചോദിച്ചു. പീഡിപ്പിച്ച സ്പോട്ടുണ്ട്. മാത്രമല്ല, പോലീസിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു അവിടെ CCTV ഉള്ള സ്ഥാപനങ്ങളുണ്ട്, അവിടെ നാട്ടുകാരുണ്ട്, ജനങ്ങളുണ്ട്. പക്ഷേ എല്ലായിടത്തും ഇവർ കയറി ഭീഷണിപ്പെടുത്തി ഒരു ദൃശ്യമോ ഒരു കാര്യമോ ഇവര് കൊടുക്കരുത്, സാക്ഷി പോലും ആരും പറയരുത് എന്ന രീതിയിലാണ് ഞാൻ. ഞാൻ പറഞ്ഞു പബ്ലിക് സ്പേസിൽ ഒരു 10-45 പേരെങ്കിലും ഉദ്ദേശം അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അവരുടെ ഇടയിൽ ഞാൻ എങ്ങനെ ഇവരെ പീഡിപ്പിക്കാനാണ് ഈ കാര്യം. പക്ഷെ എന്നെ നിർബന്ധമായിട്ട് എന്നെ കേസെടുപ്പിച്ചു. ഞാൻ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടണവരെ അത്രയും ബുദ്ധിമുട്ടി 10-15 ദിവസം ഞാൻ എന്റെ കുടുംബത്തെ പോലും കാണാൻ പറ്റാതെ കഴിയേണ്ടി വന്നു. ഇപ്പോഴും ആ ഭീഷണി തീർന്നിട്ടില്ല. ഇപ്പോഴും തുടരുകയാണ്. അവർ എന്റെ അല്ല, വീടിന്റെ ഈ ഭാഗത്ത് കൊണ്ട്. പീഡന കേസിൽ മേയർ എങ്ങനെ ഇടപെട്ടു താങ്കൾ പറയുന്നത്? മേയർ ഇടപെട്ട പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, മേയർ അന്നത്തെ ദിവസം നേരെ ഈ കൗൺസിലറിന്റെ കാണാനായി വീട്ടിൽ വന്നു. അത് താങ്കൾ കൗൺസിലറിന്റെ പീഡിപ്പിച്ചെന്ന് പറയുന്നത് കൗൺസിലർ വീട്ടിൽ? ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കൗൺസിലറിന്റെ വീട്ടിൽ പോകുന്നു. ഉം. ഈ ദുർഗാദാസിനെതിരെ ശക്തമായിട്ട് മുന്നേറുക. ഇത് കറക്റ്റാണ്, കേസ് കൊടുത്തത് മുന്നേറായി. ഉം. ഇന്ന് തന്നെ ഒരു യോഗ ഇവിടെ വിളിച്ചുകൂട്ടി ഇവനെതിരെ പീഡന പരമ്പര വിളിക്കുക. അടുത്ത ദിവസം തന്നെ ഉം. കോർപ്പറേഷനിൽ ഈ കൗൺസിലറിനെ കൊണ്ട് അവിടെ എനിക്കെതിരെ ഒരു പ്രമേയം അവിടെ പറയുകയും ഉം. എനിക്കെതിരെ മുദ്രാവാക്യം വിളികളുണ്ടായി. ഉം. അന്ന് അവിടെയുള്ള BJP കൗൺസിലർമാരാണ് ഇതിനെ എതിർത്തത്. പക്ഷേ ഇത് അപ്പം ഡ്രൈവർ യേതുവിനെ പോലെ താങ്കളെ കൊടുക്കാൻ ശ്രമിക്കുകയാണോ ഇതിലും? കൊടുക്കാൻ ശ്രമിക്കുക. അതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കിള്ളിയാർ കയ്യേറിയുള്ള ഈ വർക്ക് സാങ്ഷൻ ചെയ്തത് മേയറാണ്. ഉം. മേയറാണ് ഈ കൗൺസിലർ CPM-ന്റെ ഈ കൗൺസിലർ ലേഡിയെ കൊണ്ട് ഈ ഒരു വർക്ക് ഉണ്ടാക്കിയിട്ട് അവിടെ സാങ്ഷൻ ചെയ്യിപ്പിച്ചത്. അപ്പൊ അത് നിർത്തലാക്കിയതിന്റെ ഒരു വൈരാഗ്യവും, പിന്നെ ഇവിടെ ഒരു ഫ്ലാറ്റ് നിർമ്മാണം നടക്കുന്ന അവർക്ക് റോഡ് വേണ്ടി കനാല് മൂടി ചവറിടുന്നതിനെതിരെ ഞാൻ കോടതിയിൽ കേസ് കൊടുത്ത് വിജിലൻസിൽ പരാതി കൊടുത്തതിനെതിരെയുള്ള അവരുടെ ഒരു ദേഷ്യമാണ് ഈ രീതിയിൽ അവർക്ക് എന്റെ അടുത്ത് തീർത്തത്. അപ്പൊ ഈ ഈ പറഞ്ഞോളൂ. ഡ്രൈവറെ ഞാൻ കാണുമ്പോൾ, ഈ വാർത്ത കേൾക്കുമ്പോ അതേ അവസ്ഥയിൽ കൂടിയാണ് ഞാൻ പോകുന്നത്. ഇപ്പൊ പാവപ്പെട്ട, അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കുന്നവരെ ഇവരെ ഒതുക്കുകയാണ്. ഇവരാരാണ്? അവർ ചോദിക്കുകയാണ്, നിനക്ക് ഇവിടെ എന്താ കാര്യം? നീ ഇവിടെ മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റേ ജീവിച്ചു പോയാൽ മതി. നമുക്ക് ഒരു കുടിവെള്ളത്തിന്റെ കാര്യം ചോദിക്കാൻ പാടില്ലേ? നമുക്ക് ഒരു നദീജല കയ്യേറ്റം ചോദിക്കാൻ പാടില്ലേ? എന്ന് ഇവരെ കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി ഞാൻ മാറിയിരിക്കുകയാണ് സാർ. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ ഡ്രൈവർ യേതുവിന്റെ ന്യൂസ് പുറത്തു വന്നപ്പോൾ തന്നെ ഒരു 2 ആഴ്ച മുമ്പ് ഒരു പാസ്പോർട്ട് സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞു, മേയർ കാരണം ഇപ്പൊ ഈ പാസ്പോർട്ട് സെക്യൂരിറ്റി ജീവനക്കാരന്റെയും ജോലി പോയി. ഇപ്പൊ താങ്കൾ പറഞ്ഞു താങ്കളെ മേയർ ഇതേപോലെ പീഡന കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പൊ ഇതേപോലെ ഒരുപാട് കേസുകൾ പുറത്തു വരും താങ്കൾ തോന്നുന്നുണ്ടോ? സാർ, ഇത് ധാരാളം കേസുകൾ പുറത്തു വരാനുണ്ട്. പക്ഷേ സാറിന്റെ ഇപ്പൊ മാധ്യമങ്ങൾ പോലുള്ളവർ മാത്രമാണ് ഇത് പുറത്തു കൊണ്ടുവരുന്നത്. ഇവിടുത്തെ ഈ CPM-ന്റെ സിൻഡിക്കേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ആരും പുറത്തു കൊണ്ടുവരുന്നില്ല. പാവപ്പെട്ടവന്റെ വാർത്തകൾ കൊടുക്കാൻ ഇവിടെ ആരും തയ്യാറാവുന്നില്ല. അപ്പൊ ഇത്തരം ചാനലുകൾ മാത്രമാണ് നമുക്ക് നമ്മുടെ സത്യം പറയാൻ പറ്റുള്ള ഒരു വേദിയുള്ളൂ. അല്ല ഒരു കാര്യമില്ല. ഇവിടെ പല ആളുകളും മടിച്ചിരിക്കുകയാണ്. പല സ്ത്രീകളും ആയാലും പുരുഷന്മാരായാലും ഇവരെ ഭയപ്പെട്ടിട്ട് പ്രായം മിണ്ടാതിരിക്കുകയാണ്. കുറഞ്ഞൊരു മേയറാണ് തിരുവനന്തപുരം ഭരിക്കുന്നത്. അതെ, അപ്പൊ ആ മേയർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുമെന്ന് ജനം വിശ്വസിക്കുമോ? അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രായം കുറഞ്ഞ ഒരു മേയർ വന്നപ്പോ നമ്മൾ വിചാരിച്ചത് ഇവിടെ പല മാറ്റങ്ങളും കൊണ്ടുവന്നു. പക്ഷേ
ഇത്രയും അനുഭവ സമ്പത്തും ഇല്ലാതെ അഴിമതി ചെയ്ത് മാത്രമല്ല നീതിയില്ല, ദൈവത്തിന് പോലും നീതിയില്ല. പൂജപ്പുര അറിയാലോ സംഭവം, പൂജപ്പുര ദേവിക്ക് പോലും ഈ മേയറിന്റെ കീഴിൽ നീതിയില്ല. സ്വന്തം നാട്ടിൽ എന്തെങ്കിലും പുരോഗതിയ കാര്യങ്ങൾ ഇതെല്ലാം അഴിമതിയാണ്. ഇത് ചോദ്യം ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും കേസാണ്. അത് പീഡന കേസാണ് കൊടുക്കുന്നത്. ഇത് എനിക്ക് എന്റെ കേസിന് വേണ്ടി ഞാൻ ഇപ്പം കോടതി കയറി ഇറങ്ങേണ്ട ഗതിയായി മാറിയിരിക്കുകയാണ്. നന്ദി, ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു സർ.